ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മാസവും റിലീസാകുന്ന മലയാള സിനിമകളുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങളും മറ്റ് അവലോകനങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് സ്ഥിരമായി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നു. ഓണത്തിരക്കും മറ്റ് ചില അത്യാവശ്യ കാര്യങ്ങളുമായതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിലെ വീഡിയോ ഇടാൻ അല്പം താമസിച്ചു പോയി. ആഗസ്റ്റ് മാസത്തിൽ മൊത്തം 16 മലയാള സിനിമകളാണ് റിലീസായത്. ഇതിൽ 2 ഡയറക്റ്റ് OTT റിലീസും 14 മലയാള സിനിമകൾ തിയേറ്ററിലുമാണ് എത്തിച്ചേർന്നത്. ഇങ്ങനെ തിയേറ്ററിലെത്തിയ 14 സിനിമകളിൽ 3 സിനിമകൾ മാത്രമാണ് ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് മാസത്തിലെ ആദ്യ സിനിമകളുടെ തിയേറ്റർ റിലീസ് ആരംഭിക്കുന്നത് ആഗസ്റ്റ് 1-നാണ്. ആഗസ്റ്റ് 1-ന് 4 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. MC ജോസഫ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത മീശ എന്ന സിനിമ ഓഗസ്റ്റ് 1-നാണ് തിയേറ്ററിലെത്തിയത്. തമിഴ് താരം കതിർ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച ഈ സിനിമയിൽ ഷൈൻ ടോം ചാക്കോ, ഹക്കിം ഷാജഹാൻ, സുധി കോപ്പ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ. ആവറേജ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് കേരളത്തിൽ 45 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്യാനായത്. വിക്ടർ ആദം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഫാന്റസി ത്രില്ലർ സിനിമയായ രാജകന്യകയാണ് ഓഗസ്റ്റ് 1-ലെ രണ്ടാമത്തെ റിലീസ്. വിക്ടർ ആദം, ആത്മീയ രാജൻ, ആശ അരവിന്ദ്, ഫഹദ് മാനുവൽ, രമേശ് കോട്ടയം എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 48 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തിയ ഹൊറർ ത്രില്ലർ സിനിമയാണ് തയ്യൽ മെഷീൻ. CS വിനയൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിച്ചു ടെല്ലസ്, ഗായത്രി സുരേഷ്, ശ്രുതി ജയൻ, രാജീവ് രാജൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 10 ലക്ഷത്തിൽ താഴെ കളക്ഷൻ മാത്രമേ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളൂ. അഭിലാഷ് പിള്ള തിരക്കഥ എഴുതി അർജുൻ അശോകൻ നായകനായി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 1-ന് തിയേറ്ററിലെത്തിയ ഹൊറർ കോമഡി ഫാമിലി എന്റർടൈനർ സിനിമയാണ് സുമതി വളവ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി സുമതി വളവ് 20,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 28 കോടി റേഞ്ചിലുമാണ്. 10 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന സുമതി വളവ് ആഗസ്റ്റ് മാസത്തിലെ ആദ്യ ക്ലീൻ ഹിറ്റ് വിജയ സിനിമ കൂടിയാണ്. ഓഗസ്റ്റ് 2-ന് സൺ നെക്സ്റ്റ് വഴി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയാണ് സുരഭില സുന്ദര സ്വപ്നം. ടോണി മാത്യൂസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജലക്ഷ്മി രാജൻ, പോൾ വിജി, ഡയാന ഹമീദ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ. ഓഗസ്റ്റ് 8-ന് 3 മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. ജയരാജ് സംവിധാനം ചെയ്ത മെഹ്ഫിൽ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. മുകേഷ്, ഉണ്ണി മുകുന്ദൻ, ആശാ ശരത്ത് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ആകെ നേടിയെടുത്തത് വെറും 12 ലക്ഷം രൂപ മാത്രമാണ്. ബിപിൻ കൃഷ്ണ തിരക്കഥയിൽ സംവിധാനം ചെയ്ത സാഹസം എന്ന സിനിമയായിരുന്നു രണ്ടാമത്തെ റിലീസ്. നരേൻ, ബാബു ആന്റണി, ഗൗരി ജി കൃഷ്ണൻ, അജു വർഗീസ്, വർഷ രമേശ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമ നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമയ്ക്ക് വിജയിക്കാനായില്ല. 6 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള കളക്ഷനായി മാത്രം 2,80,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 3,20,00,000 രൂപയുമാണ് നേടിയെടുത്തിരുന്നത്. കൃഷാന്തയൊക്കെ സംവിധാനം ചെയ്ത സംഘർഷ ഘടന എന്ന സിനിമയായിരുന്നു മൂന്നാമത്തെ റിലീസ്. വിഷ്ണു അഗസ്ത്യ, മൃദുല മുരളി, സനൂപ് പടവീടൻ, രാഹുൽ രാജഗോപാൽ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ 7 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ഓഗസ്റ്റ് 8-ന് ഡയറക്റ്റ് OTT സ്ട്രീമിംഗ് ആരംഭിച്ച സിനിമയാണ് ഏത് നേരത്താണാവോ. പുതുമുഖ താരം സരിൻ ഋഷി നായകനാകുന്ന ഈ സിനിമ ജിനോയ് ജനാർദ്ദനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം എന്നിങ്ങനെ 2 OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ദിലീപ് നാരായണൻ സംവിധാനം ചെയ്ത ദി കേസ് ഡയറി എന്ന സിനിമ ഓഗസ്റ്റ് 21-നാണ് തിയേറ്ററിലെത്തിയത്. അഷ്കർ സൗദാൻ, സാക്ഷി അഗർവാൾ, രാഹുൽ മാധവ്, റിയാസ് ഖാൻ എന്നിങ്ങനെയായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ. ഈ സിനിമ 48 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. അർജുൻ അശോകൻ നായകനായി അഖിൽ അനിൽകുമാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് തലവര. രേവതി ശർമ്മ, അശോകൻ, ദേവദർശിനി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ഇപ്പോഴും അത്യാവശ്യം മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകാനാകുന്നുണ്ട്. ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,27,000 രൂപയായിരുന്നു. ആദ്യ 18 ദിവസം കൊണ്ട് 2,24,00,000 രൂപയാണ് ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 6 കോടി റേഞ്ചിലാണ്. പ്രവീൺ കൺട്രേഗുല തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 22-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് പരത. തെലുങ്കിലും മലയാളത്തിലും ഒരേ സമയം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, ദർശന രാജ്യത്തിലും സംഗീത് കൃഷി, രാഗം മയൂർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായി 1,22,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓണർ റിലീസായി ഓഗസ്റ്റ് 22-ന് തിയേറ്ററിൽ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ സിനിമയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കല്യാണി, പ്രിയദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളെ അഭിനയിച്ച ഈ സിനിമ ഡൊമിനിക് അരുണാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രം 12-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 5,10,00,000 രൂപയായിരുന്നു. ആദ്യ 12 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 64 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 12 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 38,09,00,000 കളക്ട് ചെയ്ത് 102,09,00,000 രൂപയാണ് ആദ്യ 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ലോക നേടിയെടുത്തിരിക്കുന്നത്. 12-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി 8,93,00,000 കളക്ട് ചെയ്ത് 194,83,00,000 രൂപയാണ് ആദ്യ 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ സ്വന്തമാക്കിയിരുന്നത്. ഇനി 13-ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 4-4.5 കോടി റേഞ്ചിൽ കളക്ഷനാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 13 ദിവസം കൊണ്ട് 68 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 8 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോടെ 13 ദിവസം കൊണ്ട് 202 കോടിക്ക് മുകളിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്.
ഇത് സംബന്ധമായി 202 കോടിയുടെ ഔദ്യോഗിക പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മോഹൻലാൽ നായകനായി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ഓണർ റിലീസായി ഓഗസ്റ്റ് 28-ന് ലോക സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്ററിലെത്തിയ സിനിമയാണ് ഹൃദയപൂർവ്വം. മികച്ച ഒരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം നിലവിൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,69,00,000 രൂപയായിരുന്നു. ആദ്യ 12 ദിവസം കൊണ്ട് 31,25,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 13ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്യാൻ സാധ്യത 1,40,00,000 റേഞ്ചിലാണ്. ആദ്യ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 32,50,00,000 മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 25 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ആദ്യ 13 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 64,50,00,000 റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ഫഹദ് ഫാസിൽ നായകനായി അൽതാഫ് സലീം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 29-ന് ഓണം റിലീസായി തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. 11ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,60,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 2,13,00,000 രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 32 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ 3 കോടിക്ക് താഴെ മാത്രമേ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളൂ. ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററിലെത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും വലിയ പരാജയം ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണ് ഓടും കുതിര ചാടും കുതിര. ഓണം റിലീസായി ഓഗസ്റ്റ് 29-ന് തിയേറ്ററിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ മറ്റൊരു മലയാള സിനിമയാണ് മേനെ പ്യാർ കിയ. ഫൈസൽ ഫസലുദ്ദീൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹൃദു ഹാറൂൺ, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ. 5 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയ്ക്ക് കേരള കളക്ഷനായി 50,00,000 രൂപ പോലും നിലവിൽ നേടിയെടുക്കാനായിട്ടില്ല. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.